ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഉത്തർപ്രദേശിലെ യമുന എക്സ്പ്രസ് വേ വ്യാവസായിക അതോറിറ്റിയിൽ ആരംഭിക്കുന്ന ഇന്ത്യ ചിപ്പ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി നിർവഹിച്ചു. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഉഭയകക്ഷി വ്യാപാരം $20 ബില്യൺ ഉയർത്താൻ ഇന്ത്യ ബ്രസീൽ ധാരണ. ന്യൂഡൽഹി പ്രഖ്യാപന അംഗീകാരത്തോടെ ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിക്ക് സമാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 131ാം പതിപ്പ് നാളെ. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. കേരളത്തിൽ SIRന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. പട്ടികയിൽ 2,69,00,000-ലധികം സമ്മതിദായകർ. കേരളത്തിൽ തെക്കൻ ജില്ലകളിൽ വേനൽ മഴയെത്തി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഓസ്ട്രേലിയയ്ക്കെതിരായ വനിതാ ട്വന്റി പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. പുരുഷ ട്വന്റി ലോകകപ്പ് സൂപ്പർ 8 മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. ഉത്തർപ്രദേശിലെ യമുന എക്സ്പ്രസ് വേ വ്യാവസായിക അതോറിറ്റിയിൽ ആരംഭിക്കുന്ന HCL ഫോക്സ്കോൺ സംയുക്ത സംരംഭ പദ്ധതിയായ ഇന്ത്യ ചിപ്പ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി നിർവഹിച്ചു. സാങ്കേതിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് ഈ പദ്ധതിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആഗോളതലത്തിൽ ഇന്ത്യയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിന് ഇത് ഏറെ ഗുണകരമാകുമെന്നും അദ്ദേഹം അറിയിച്ചു. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. മാതൃഭാഷയിൽ ജനങ്ങളിലേക്ക് എത്തുമ്പോഴാണ് ഭരണഘടനയുടെ കരുത്ത് വർദ്ധിക്കുന്നതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ ഭരണഘടനയുടെ ഗുജറാത്തി, തമിഴ് പതിപ്പുകളും ഇംഗ്ലീഷ്, ഹിന്ദി ലീഗൽ ഗ്ലോസറിയുടെ 8ാം പതിപ്പും പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈവിധ്യമാർന്ന ഭാഷാ സമൂഹങ്ങൾക്കിടയിൽ ഭരണഘടനാപരമായ അവബോധം ആഴത്തിലാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് ഈ നീക്കമെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. Our Constitution's greatness is it recognizes this diversity and celebrates the multilingualism as a strength rather than a barrier. This recognition is not symbolic. It is a powerful affirmation that every language represents a unique cultural universe. Under this 8th schedule of the Constitution of India, 22 languages are officially recognized as scheduled languages. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിൽ ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡ സിൽവയുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, ഊർജ്ജം, പ്രതിരോധം, കൃഷി, സാങ്കേതികവിദ്യ, AI, സെമി കണ്ടക്ടറുകൾ, നിർണായക ധാതുക്കൾ എന്നിവയിൽ ഇന്ത്യ ബ്രസീൽ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് ചർച്ചകൾ നടന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്. ബഹുമുഖ വേദികളിലെ സഹകരണം, ഗ്ലോബൽ സൌത്തിനെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ എന്നിവയുൾപ്പെടെ പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങൾ പ്രധാനമന്ത്രിയും ബ്രസീൽ പ്രസിഡന്റും അവലോകനം ചെയ്തു. ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേകിച്ച് UN സുരക്ഷാ കൌൺസിലിന്റെ അടിയന്തര പരിഷ്കരണത്തിനും അവർ ആഹ്വാനം ചെയ്തു. ലാറ്റിൻ അമേരിക്കയിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ബ്രസീൽ എന്ന് പറഞ്ഞ ശ്രീ മോദി, വരുന്ന 5 വർഷത്തിനുള്ളിൽ ഉഭയകക്ഷി വ്യാപാരം $20 ബില്യൺ മറികടക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും ഇന്ത്യ ബ്രസീൽ വ്യാപാരം വിശ്വാസത്തിന്റെ പ്രതിഫലനമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ब्राजील लैटिन अमेरिका में भारत का सबसे बड़ा ट्रेड पार्टनर है. हम आने वाले 5 वर्षों में द्विपक्षीय व्यापार को $20 बिलियन के भी आगे ले जाने के लिए प्रतिबद्ध है. हमारा व्यापार केवल आंकड़ा नहीं, विश्वास का प्रतिबिंब है. നേരത്തെ രാഷ്ട്രപതി ഭവനിൽ പ്രസിഡന്റ് ലുല ഡ സിൽവയ്ക്ക് ആചാരപരമായ സ്വീകരണം നൽകി. രാജ്ഘട്ട് സന്ദർശിച്ച അദ്ദേഹം മഹാത്മാഗാന്ധിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ന്യൂഡൽഹി പ്രഖ്യാപനത്തിന്റെ അംഗീകാരത്തോടെ ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിക്ക് സമാപനമായി. സാമ്പത്തിക വളർച്ചയ്ക്കും സാമൂഹിക നന്മയ്ക്കുമായി നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തുന്നത് സംബന്ധിച്ച സമവായം 88 രാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളും അംഗീകരിച്ചു. അന്താരാഷ്ട്ര സഹകരണവും പങ്കാളിത്തവും വർദ്ധിപ്പിക്കുന്നതിനായി 7 തന്ത്രപ്രധാന മേഖലകളിൽ സഹകരണത്തിനും ധാരണയായി. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയിൽ വിവിധ സാങ്കേതിക സംവിധാനങ്ങൾ അവതരിപ്പിച്ചതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഉച്ചകോടി വേദി സന്ദർശിച്ച അദ്ദേഹം പരിപാടിയെക്കുറിച്ച് യുവാക്കൾക്കിടയിൽ വലിയ ആവേശമുണ്ടെന്നും പ്രതികരിച്ചു.
രാജ്യത്ത് ടെറ്റനസ്, ഡിഫ്തീരിയ തുടങ്ങിയ ഗുരുതര രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനുള്ള വാക്സിൻ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നഡ്ഡ ഹിമാചൽ പ്രദേശിൽ പുറത്തിറക്കി. മരുന്നുകളുടെയും വാക്സിനുകളുടെയും മേഖലയിൽ ഇന്ത്യ ആഗോള നേതൃനിരയിലേക്ക് ഉയർന്നതായി അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ പൊതുജനാരോഗ്യ സംവിധാനം ശക്തിപ്പെടുത്തുകയും പ്രതിരോധ കുത്തിവയ്പ് യജ്ഞങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുകയും ലക്ഷ്യമിട്ടാണ് വാക്സിൻ അവതരിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. പരിപാടിയുടെ 131 പതിപ്പാണിത്. ദൂരദർശന്റെയും ആകാശവാണിയുടെയും എല്ലാ ശൃംഖലകളിലും രാവിലെ 11 മണിക്ക് പരിപാടി ലഭ്യമാകും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ഇതോടെ സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ പൂർത്തിയായിരിക്കുകയാണ്. വിശദാംശങ്ങളിലേക്ക്. 2,69,53,644 പേരാണ് അന്തിമ വോട്ടർ പട്ടികയിലുള്ളത്. ഇതിൽ 1,31,26,048 പുരുഷന്മാരും 1,38,27,319 സ്ത്രീകളുമാണ് ഉള്ളത്. 227 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുണ്ട്. കരട് പട്ടികയിൽ നിന്ന് 53,229 പേരെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇലക്ട്രൽ സെർച്ച് .eci.gov.in എന്ന വെബ്സൈറ്റിലൂടെ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാവും. തിരിച്ചറിയൽ കാർഡിന്റെ നമ്പരും മറ്റ് വിവരങ്ങളും നൽകിയും ബന്ധുവിന്റെ പേരും ജനന തീയതി അടക്കമുള്ള വിവരങ്ങൾ നൽകിയും മൊബൈൽ നമ്പർ നൽകിയും പേര് ഉൾപ്പെടുത്തിയത് പരിശോധിക്കാൻ ഈ വെബ്സൈറ്റിൽ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിലുള്ള ബൂത്ത് തല വോട്ടർ പട്ടികയും പരിശോധിക്കാൻ സാധിക്കും. അന്തിമ വോട്ടർ പട്ടിക ആയെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയം വരെ ഇനിയും പുതിയ വോട്ടർമാർക്ക് പേര് ചേർക്കാൻ അവസരമുണ്ട്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പുറത്തിറക്കിയത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ ചെയ്യുന്ന ഓരോ വികസന പ്രവൃത്തിയും വികസിത ഭാരതത്തിലേക്കുള്ള ചുവടുവയ്പിന് നിർണായകമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. തിരുവനന്തപുരം നഗരസഭാ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ജനപ്രതിനിധികൾക്ക് രാഷ്ട്രീയമില്ലെന്നും എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടിയാണ് അവർ പ്രവർത്തിക്കേണ്ടതെന്നും ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞു. തീരദേശ സുരക്ഷാ അവബോധം, ദേശീയ ഐക്യം, സാമൂഹിക പങ്കാളിത്തം എന്നിവ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി CISF സംഘടിപ്പിക്കുന്ന വന്ദേ മാതരം തീരദേശ സൈക്ലത്തോൺ നാളെ കൊച്ചിയിൽ സമാപിക്കും. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ബന്ദി സഞ്ജയ് കുമാർ പരിപാടിയിൽ മുഖ്യാതിഥിയാകും. 25 ദിവസം കൊണ്ട് 6553 കിലോമീറ്റർ ദൂരമാണ് സൈക്ലിസ്റ്റുകൾ സഞ്ചരിച്ചത്. കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ജില്ലകളിൽ ഇന്ന് വേനൽ മഴയെത്തി. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഇന്നും, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്നും നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. ചോദ്യോത്തരവേളയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റിന്മേലുള്ള അന്തിമ ഉപധനാഭ്യർത്ഥനകൾ സംബന്ധിക്കുന്ന ധനവിനിയോഗ ബില്ലിന്മേൽ ചർച്ച നടക്കും. ഫെബ്രുവരി 27 വരെ ചേരുന്ന സഭ പിന്നീട് മാർച്ച് 4 വീണ്ടും സമ്മേളിക്കും. ഓസ്ട്രേലിയയ്ക്കെതിരായ വനിതാ ട്വന്റി ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. ഇന്ന് നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയയെ 17 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. 3 മത്സരങ്ങൾ അടങ്ങിയ പരമ്പര 2-1 ഇന്ത്യ നേടിയത്. ICC പുരുഷ ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ സൂപ്പർ 8 മത്സരങ്ങൾക്ക് തുടക്കം. കൊളംബോയിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ന്യൂസിലൻഡ് പാകിസ്ഥാനെ നേരിടും. ടോസ് നേടിയ പാകിസ്ഥാൻ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മത്സരം നാളെ അഹമ്മദാബാദിൽ നടക്കും. അടുത്ത മാസം 31 രാജ്യത്ത് നിന്ന് നക്സലിസം പൂർണ്ണമായും തുടച്ചു നീക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുവാഹത്തിയിൽ 87ാമത് സ്ഥാപക ദിന പരേഡിൽ CRPF ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ഉത്തർപ്രദേശിലെ യമുന എക്സ്പ്രസ് വേ വ്യാവസായിക അതോറിറ്റിയിൽ ആരംഭിക്കുന്ന ഇന്ത്യ ചിപ്പ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി നിർവഹിച്ചു. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഉഭയകക്ഷി വ്യാപാരം $20 ബില്യൺ ഉയർത്താൻ ഇന്ത്യ ബ്രസീൽ ധാരണ. ന്യൂഡൽഹി പ്രഖ്യാപന അംഗീകാരത്തോടെ ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിക്ക് സമാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 131 പതിപ്പ് നാളെ. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും.
കേരളത്തിൽ SIR-ന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. പട്ടികയിൽ 2,69,00,000-ലധികം സമ്മതിദായകർ. കേരളത്തിൽ തെക്കൻ ജില്ലകളിൽ വേനൽ മഴയെത്തി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഓസ്ട്രേലിയക്കെതിരായ വനിതാ ട്വന്റി പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. പുരുഷ ട്വന്റി ലോകകപ്പ് സൂപ്പർ 8 മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.